എൻ്റെ പേര് സുമി. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് അത്ഭുത ജപമാലയുടെ കിട്ടിയ ഒരു രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് 6 വർഷമായിട്ട് തൈറോയിഡിൻ്റെ അസുഖമുണ്ടായിരുന്നു. നിരന്തരം പല മരുന്നുകളും മാറി മാറി കഴിച്ചു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഹോമിയോ കഴിച്ചു. ഏത് മരുന്ന് കഴിച്ചാലും എപ്പോഴും തൈറോയിഡ് ടെസ്റ്റ് ചെയ്താലും എപ്പോഴും കൂടുതലാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിക്കാൻ. ആദ്യമൊക്കെ എനിക്ക് അതിനോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ അല്ലായിരുന്നു, അബുദാബിയിലായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരുന്നു. അപ്പം ഒരു പ്രാവശ്യം അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ എൻ്റെ പേരെടുത്ത് പറഞ്ഞു, സുമി എന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഒത്തിരി പേരുണ്ടല്ലോ, അപ്പം അത് ഞാനായിരിക്കുമെന്ന് അത്ര എനിക്ക് വിശ്വാസം വന്നില്ല. പിന്നെയും അച്ഛനിങ്ങനെ പറഞ്ഞു തൈറോയിഡ് രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതും ഞാനായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും ഉറച്ചു വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 10 ദിവസത്തെ ലീവിന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ലീവ് എടുത്ത് നാട്ടിൽ വന്നു. അപ്പം അന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ എൻ്റെ തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ചിലപ്പം തൈറോയിഡ് ആകാം, അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ ആകാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അത് കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അതും ചെയ്തു. അപ്പം 5 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ദിവസം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് ഈ നിമിഷം മരുന്ന് കഴിക്കേണ്ടാത്ത രീതിയിൽ അസുഖം ഭേദമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം തൊണ്ടയിൽ മുഴ കുത്തി അതിൻ്റെ റിസൾട്ടും നോർമലാ, ഒരു കുഴപ്പമില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മുഴ മാറി, അത് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ. കണ്ടോ? പ്രൈസ് ദി ലോർഡ്.